അപ്പോൾ വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റംസാനിലൊക്കെ എന്നും സിമ്പിൾ സ്നാക്സ് ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ കുറച്ചൊന്ന് ഹെവി ആയിട്ട് അതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. ഇനി ഇത് ഓൾമോസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചധികം വെച്ചാൽ ചിക്കൻ കുക്കാവണം, ബട്ട് നല്ല എന്താ പറയുക ഭയങ്കരമായിട്ട് കുറേ ഓയിൽ ഒഴിച്ചെടുത്ത് അത്രയും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ വേസ്റ്റ് ആവുകയും ചെയ്യും, പിന്നെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇതുപോലെ എല്ലാ ചിക്കനും നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതൊരു ഭാഗം റെഡി ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബോയിൽ ചെയ്യാം, പക്ഷേ ഫ്രൈ ചെയ്ത ചിക്കനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്ത അതേ ഓയിലുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കുഞ്ഞായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാലും മതി. കാരണം അങ്ങനെ വഴന്ന് വരുമ്പോൾ അതൊക്കെ നമുക്കങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കടിക്കാനൊന്നും കിട്ടുന്നില്ല, അറിയാമല്ലോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ക്രഷ് ചെയ്തതാണ്. അതുപോലെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് മുളകും പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും അത്ര തന്നെ മതിയാകും. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലുള്ള എല്ലാ പൊടികളൊക്കെ മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 8 മുതൽ 12 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നടു കീറിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും കൂടി ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പകുതിയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ബ്ലെൻഡ് ചെയ്തത് നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്തതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ബ്രെഡ് വെച്ചുണ്ടാക്കുന്ന പോളയ്ക്ക്. ഇനി ഇത് മൊത്തം നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ആ ഒരു പകുതി നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മളൊരു 3/4 കപ്പ് പാലാണ് എടുക്കുന്നത്. ഈ 3/4 കപ്പ് പാലിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു മുട്ട, അതുപോലെ ഒരു 1/2 കപ്പ് ഓയിൽ, പിന്നെ നല്ലൊരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ചൊരു കുരുമുളക് പൊടി, പിന്നെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് സെക്ഷന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതുപോലെ ബാക്കിയുള്ള ആ ഒരു ബ്രെഡ് ക്രംസും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ തന്നെ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതിയാകും. ഇനി നമുക്ക് പോള റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാല നല്ലതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നടുവിലായിട്ട് വെച്ചാൽ അത്ര നടുവിലല്ല, എന്നാലും അത്ര സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, പിന്നെ പുറത്തേക്ക് പോകുകയും ചെയ്യും. സോ ഒരു നടുവിലായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കാം. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടിയും ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് സൈഡിലൊക്കെ ഒന്നായി ഒഴിച്ചു കൊടുത്ത് അടിപൊളിയാക്കി എടുക്കാൻ നോക്കാം. ഓൾമോസ്റ്റ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ചൊരു എന്താ പറയുക, ഒരു മേലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന്
കുക്കായി വരുന്നേക്കാൾ മുന്നേ നമുക്ക് കുറച്ചൊരു മസാല ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ്. നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് ശ്രദ്ധിക്കണം, കൂടുതൽ നേരം ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ട്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പോളക്കൊക്കെ ഒരു അടിപൊളി ടേസ്റ്റാണല്ലോ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.